ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല നാടൻ കപ്പയും അതിൻ്റെ കൂടെ എരിവുള്ള ചമ്മന്തിയും പിന്നെ ചൂട് കട്ടൻ ചായയൊക്കെ മലയാളിയുടെ മനസ്സിലെ എന്നത്തെയും നൊസ്റ്റാൾജിക് വിഭവങ്ങളാണല്ലോ അല്ലേ. പുറംഭാഗം നന്നായി മൊരിഞ്ഞതും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഫി ടെക്സ്ചറിലുള്ള ഒരു കപ്പ വടയാണ് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. അതിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ചമ്മന്തി കൂടെ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. കപ്പയിലേക്ക് മാത്രമല്ല, ദോശ, ഇഡ്ഡലി എന്തിനും ചോറിലേക്ക് പോലും നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു ചമ്മന്തി. സാധാരണ കപ്പവട ഉണ്ടാക്കുമ്പോൾ ചേർക്കാറുള്ള ചേരുവകളല്ലാതെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. എന്നിട്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അതുപോലുള്ള ഈസി റെസിപ്പികളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടും. അപ്പം ഇനി നമുക്ക് വേഗം റെസിപ്പി നോക്കിയാലോ. ആദ്യം തന്നെ ഞാൻ കപ്പ വേവിക്കാനായിട്ട് വെള്ളം ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കപ്പയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ വട ഉണ്ടാക്കാൻ ഏകദേശം 1/2 കിലോ കപ്പയാണ് എടുക്കുന്നത്. ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. വെള്ളം ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് കപ്പ ചേർത്ത് കൊടുക്കാം. അപ്പം ഇനി കപ്പ അത്യാവശ്യം വേവായിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഓയിൽ നന്നായി ചൂടായി വന്നാൽ ഒരു വലിയ സബോള, ഒരു 10-12 ചുവന്നുള്ളി, 5-6 ചുവന്നുമുളക്, ഒരു വലിയ തക്കാളി ഇത്രയും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ബാക്കി ചേരുവകൾ ചേർക്കാം. ഈ ഒരു പരുവത്തിൽ വഴന്നു വന്നാൽ പിന്നെ നമുക്കിതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്. ആ ഉപ്പും പുളിയും എരിവൊക്കെ ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടി ചേർക്കുന്നതേ ഉള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. ഞാൻ 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിനെ ഒരു 2 മിനിറ്റ് കൂടെ നന്നായി ഒന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് അത് എരിവില്ലാത്ത 2.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. മുളക് പൊടി നന്നായി ഒന്ന് മൂപ്പാവുന്നത് വരെ നല്ല പോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഒന്നുമില്ല, ചൂട് നന്നായി ആറിയാൽ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒന്ന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ചമ്മന്തി റെഡിയാവുന്ന സമയം കൊണ്ട് തന്നെ വേവിക്കാൻ വെച്ചിരിക്കുന്ന കപ്പ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് നമുക്ക് വെള്ളം നല്ലപോലെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇത് നല്ല ചൂടോടെ കൂടെ തന്നെ കയ്യിലോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചൊന്ന് നന്നായി ഉടച്ചെടുക്കാം. ചൂട് നന്നായി മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത് കേട്ടോ കപ്പ ഉടച്ചെടുക്കാൻ. ചൂട് നന്നായി അറിയാൽ കപ്പ കുറച്ചുകൂടെ ഒന്ന് ഹാർഡായി പോകും. അപ്പോൾ ഉടച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ സബോളയുടെ പകുതി ചോപ്പ് ചെയ്തത്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും നൈസായി അരിഞ്ഞത്. ഇനിയാണ് കേട്ടോ ഞാൻ ആ പറഞ്ഞ ചേരുവ ചേർക്കേണ്ടത്. വേറൊന്നല്ല, മോരാണ്. വടയിൽ ചെറിയ പുളി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മോര് ചേർത്താൽ മതി കേട്ടോ. അതും 3-4 ടേബിൾ സ്പൂൺ മാത്രം ചേർത്താൽ മതി. വടയിൽ പുളി കൂടിപ്പോയാലും നന്നായിരിക്കില്ല. ഇതിനെ ഒന്നുകൂടെ നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി വടയ്ക്ക് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാനും പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഒരു ചേരുവ കൂടെ ചേർക്കാം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് റവ പോലെ ആവില്ലേ തോന്നുന്നുണ്ടാവുക. പക്ഷെ ഇത് നല്ല തരിയോട് കൂടിയിട്ടുള്ള പുട്ടിന് വേണ്ടിയിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ. കൂടുതൽ ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് റവ ഒന്നും ചേർക്കരുത്. വടയുടെ ടേസ്റ്റ് മൊത്തത്തിൽ തന്നെ മാറിപ്പോകും. ഞാൻ 1/4 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പൊടിയുടെ അളവ് ചിലപ്പോൾ അരിപ്പൊടിക്ക് അനുസരിച്ച് മാറ്റം വന്നേക്കും. അധികം പശയില്ലാത്ത നൈസായിട്ടുള്ള അരിപ്പൊടിയാണെങ്കിൽ ചിലപ്പോൾ 1/2 മുതൽ 3/4 കപ്പൊക്കെ വേണ്ടി വരും. അപ്പോൾ ആദ്യം നമ്മൾ കുഴച്ച മാവിൽ നിന്ന് കുറച്ചൊരു പോർഷൻ എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനിയുള്ള സ്റ്റെപ്പൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് എണ്ണ തൂവി കൊടുക്കുക, വടയുടെ ഷേപ്പ് ആക്കുക, ഫ്രൈ ചെയ്തെടുക്കുക. അത്ര തന്നെ.
ഞാൻ കുറേ മുന്നേ കപ്പ വെച്ച് 2 തരം കപ്പ ബിരിയാണി, അതിലൊന്ന് കക്ക വെച്ചും പിന്നെ ഒന്ന് ബോട്ടി വെച്ചും പിന്നെ ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയും പിന്നെ കപ്പപ്പുട്ടിൻ്റെ റെസിപ്പിയും ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണണം എന്നുള്ളൊരു താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് മറക്കാതെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. കപ്പൊക്കെ ഓൾറെഡി നന്നായി വെന്തിട്ടുള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേ വേണ്ടോ. പുറംഭാഗം നന്നായി ഒന്ന് മൊരിഞ്ഞ് കിട്ടണം, അത്രയേ ഉള്ളൂ. ഈ വടയുടെ ടേസ്റ്റ് മുഴുവനായിട്ട് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ കൂടെ ആ ചട്നി കൂടെ ഉണ്ടാക്കണേ. നല്ല എളുപ്പമല്ല ഉണ്ടാക്കാൻ. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമൻ്റായി തന്നെ അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ ഇൻഷാല്ലാ ഇനി ഇതുപോലുള്ള ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബൈ. അസ്സലാമു അലൈക്കും.